അപ്പോൾ അതെ നമ്മുടെ റൂഹിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കാം അതെ ഇതാട്ടോ നമ്മുടെ റൂഹിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്. നമ്മൾ ബയോയിൽ തന്നെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ബയോയുടെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ വാട്സപ്പിൻ്റെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി ചെക്ക് ചെയ്തിട്ട് കമൻസ് ഒക്കെ ഇടുക. ഗൈസ് ഇന്ന് രാവിലെ എണീറ്റപ്പം അമ്പുവിന്റെ തല കണ്ടാ നെറ്റി ഇപ്പൊ ഇച്ചിരി കുറവുണ്ട്. നോക്കിയപ്പോ ഇങ്ങോട്ട് നോക്കിയപ്പോ അമ്പു പൂവിനെ വിളിക്കുക. എന്താ കടിച്ചതോ കണ്ടോ എന്തോ ഞാൻ കണ്ടതാ. അമ്പു ഒരു മറ്റേ പറക്കുന്ന ഉറുമ്പൊക്കെ ഇല്ലേ, അതേപോലത്തെ ഒരു ജീവിയോട് സംസാരിച്ചോണ്ടിരിക്കുക. ഞാൻ ഫൈനലി അതൊന്ന് കുത്തിയിട്ട് പോയെന്ന് തോന്നുന്നു. അമ്പേ നല്ല മഴിച്ചിരിക്കായിരുന്നു. തിരുമ്മി കൊടുത്തിട്ട് ഈ സൈഡില. അമ്പു പിന്നെ എടാ വേദനിക്കുന്നുണ്ടോടാ അമ്പു? ചോടിയുന്നുണ്ടോടാ അമ്പുനെ? പൂ കാണിച്ചേ കാണിച്ചേ പൂവ് പൂവേ പപ്പാക്ക് ഇതാ പൂ കൊടുക്ക. പൂതാ പപ്പായിക്കോട് ആകെ ഒന്നേ കിട്ടുള്ളൂ. ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനെ ഒളിച്ചിരുന്ന എന്തിനാ? പപ്പ ഞങ്ങളുടെ ഫ്രണ്ടിൽ കയറി എന്നല്ലേ അമ്പോ? അമ്പുന് നാണം വരുന്നു. അമ്പുന് പൂ എവിടെയെങ്കിലും കണ്ടാൽ ഞാൻ അപ്പം തുടങ്ങാം. അമ്പു പൂ 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 പൂ. ഗൈസ് രാവിലത്തെ രണ്ട് എന്താ പറയുക, രണ്ട് മറ്റേ ഇതുണ്ടല്ലോ, അതിന് പേര് പുട്ട്. ഓ എൻ്റെ പൊന്നും മക്കളെ, പുട്ട് കഴിച്ച് മനുഷ്യന്റെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പ്രത്യേകിച്ച് 10 ഭയങ്കര ചൂടാന്ന് തോന്നുന്നു. ഇന്ന് ഞാൻ രാവിലെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത സമയത്ത് ഇൻസ്റ്റാഗ്രാമിലെ റീല് 10 ഉച്ചയ്ക്ക് ഒന്ന് ജസ്റ്റ് ഇറങ്ങി അന്ന് ഫുള്ള് കത്തിപ്പോയത്. പത്തനംതിട്ട അത്രയ്ക്ക് ചൂടാണ്. മഴക്കാലമൊക്കെ ആയ സമയത്ത് നമ്മുടെ ഇവിടെ ഫുള്ള് പച്ചപ്പായിരുന്നു. പച്ചപ്പും ഹരിതാപകരം ഇത് പറയണ്ട, ഹരിതാപവും ആയിരുന്നു എന്നല്ലേ ഉദ്ദേശിച്ചേ. അതെ, ഇപ്പൊ മൊത്തം കരിഞ്ഞു കേട്ടോ. കരിഞ്ഞു ഉണങ്ങി നമുക്കൊരു ഉച്ച കഴിഞ്ഞിട്ടാണ് ഇവിടെ എല്ലാം തൂത്തുവാരി അങ്ങ് തീ കത്തിച്ച് കാട്ടുതീയാക്കാൻ. ഫയർഫോഴ്സിനെ വിളിക്കട്ടെ ഇപ്പോഴേ. അപ്പോൾ അതെ നമ്മളിങ്ങനെ ഓരോന്ന് സംസാരിച്ച് ഇങ്ങനെ കാട് കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് എന്താ നമ്മൾ പറയാൻ വെച്ചിരുന്ന നമ്മൾ പറയാൻ നീ മിണ്ടണ്ട, നീ ഒന്നും പറയണ്ട, നീ പറയാതെ എന്താ നമ്മൾ പറയാൻ മാറ്റി വെച്ചിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു കേസ്. എന്താ? അതാണ് നമ്മള് ചെറിയ ഇൻട്രോ. നീ പോയി അയ്യത്ത് പോന്നി. ഞാൻ മിക്കവാറും ഇപ്പൊ പോകും. നമ്മൾ ചെറിയ ഇൻട്രോസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, വേറെ വീഡിയോസിലൊക്കെ നമ്മളിങ്ങനെ ഹിന്റ് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ ഫൈനലി 2026 നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത ഒരു സ്വപ്നം നമ്മൾ പൂവണിഞ്ഞിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ചെറിയ ഒരു ബിസിനസ് ഫേം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓൺലൈനായിട്ട് നമ്മൾ ഒരു ക്ലോത്തിങ് സ്റ്റോർ നമ്മളൊരു ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോർ നമ്മൾ ജനുവരി 1 2026 ജനുവരി 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിപ്പോൾ 1 മന്ത് ആകാനായിട്ട് പോകുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾ വന്ന് നിങ്ങളുടെ പറയുന്നത്. ഞങ്ങൾ അതിന് മുമ്പ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, ഞങ്ങൾക്കറിയാം സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ എൻക്വയറീസ് നടത്തുന്ന ആളുകളുണ്ട്. എല്ലാവരോടും ഒരുപാട് സ്നേഹവും സന്തോഷവും മാത്രം. അപ്പോൾ നമ്മുടെ മുതലാളിയാണ് കേട്ടോ ഈ നിൽക്കുന്നത്. നമ്മുടെ ഇതാ മുതലാളി, ബിസിനസ് മുതലാളി, കുട്ടി മുതലാളി റൂഹിന്റെ മുതലാളി. അപ്പോൾ നമ്മുടെ ക്ലോത്തിങ് സ്റ്റോറിൻ്റെ പേരെന്ന് പറയുന്നത് റൂഹ്. നമ്മൾ കുറേ പേരുകൾ ഇങ്ങനെ എടുത്തിട്ട് അതിൽ നിന്ന് സോർട്ട് ചെയ്ത് എടുത്തല്ലേ. ഞങ്ങൾ ആദ്യം വേറൊരു പേര്, ഒരുപാട് പേരുകൾ സെലക്ട് ആദ്യം വേറൊരു പേര് ഞങ്ങൾ സെറ്റ് ചെയ്ത് എല്ലാം ഫിക്സ് ചെയ്ത് ഞങ്ങൾ ലോഗോയും കാര്യങ്ങളെല്ലാം തയ്യാറാക്കി. പിന്നെ ഞങ്ങളത് മാറ്റി അല്ലേ. പിന്നെ ഞങ്ങളത് മാറ്റി, കാരണം അതിന് ചിലപ്പോൾ ഇനി ട്രേഡ് മാർക്കിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നാലോ എന്ന് വിചാരിച്ചാൽ അത് മാറ്റി. അങ്ങനെ ഞങ്ങൾ മാറ്റി. റൂഹ് എന്നാണ് നമ്മുടെ സ്റ്റോറിൻ്റെ പേര്. റൂഹ് ബൈ ഹന എന്നാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ്. പിന്നെ നമ്മൾ വാട്സപ്പിലെ ബ്രോഡ്കാസ്റ്റ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൽ കുറച്ച് പേരൊക്കെ അംഗങ്ങളായിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഉള്ളവരും കൂടെ വരിക. നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും. ഗൈസ് കുറച്ച് ദിവസം കൊണ്ട് അമ്പൂന് നല്ല പനിയാട്ടോ. ഇതിനായിട്ടും പനിക്ക് ഒരു കുറവില്ല. പകല് വലിയ കുഴപ്പമില്ലെങ്കിലും സന്ധ്യ ആകുമ്പോഴത്തേനും ചെറിയൊരു ശ്വാസം മുട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഗൈസ് ആദ്യം പനി പിടിച്ചത് എനിക്ക് ഇതായിട്ട് മാറിയിട്ടില്ല. ഒരു ചാത്തൻ പനി കൊണ്ടുവന്നു. ഞാൻ എവിടുന്ന് പനി കൊണ്ടുവന്ന് കൊടുക്കാനാ? നിങ്ങൾ കേട്ടോ, ഞാൻ പനി കൊണ്ടുവന്ന് കൊടുത്തെന്ന്. എനിക്ക് എവിടുന്നാ പിടിച്ചത് എനിക്കറിയത്തില്ല. ചുമയാണ് പറഞ്ഞ ചുമച്ച് കാണിച്ചമ്പു. ഗൈസ് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് പേജ്, അതായത് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ നെയിം എന്ന് പറഞ്ഞാൽ റൂഹ് ബൈ ഹന അല്ലയോ. മാക്സിമം നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഒറ്റ മൈന അയക്കുന്നു. 2 മൈനെ ഞാൻ കണ്ടു. എന്നെ പറ്റിക്കാൻ നോക്കണ്ട.
കല്ലില് അതിന്റെ ഇപ്പുറത്ത് 2 ഉണ്ട്. ഗൈസ് നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ ഒറ്റമൈനെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ ഉള്ള ആൾക്കാര്? ഞാനുണ്ട് ഗൈസ്. എന്റെ പൊന്ന ഒറ്റമൈനെ മാത്രം കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ചിലപ്പോ ഒറ്റമൈനെ കാണുന്നതിന്റെ അന്ന് അതിന്റെ ഇരട്ടെ കണ്ടില്ലെന്നുണ്ടെങ്കിൽ എന്റെ പൊന്ന എങ്ങനെങ്കിലും കരഞ്ഞിരിക്കും ഗൈസ്. ഇനിയിപ്പോ ഒരു സംഭവങ്ങളും ഇല്ലെങ്കിൽ പോലും ഒറ്റയ്ക്കിരുന്ന് കരയും, എന്തെങ്കിലും ചിന്തിച്ചിരുന്നായാലും കരയും. എന്നിട്ട് അവസാനം പറയും എന്ത്, ഞാൻ ചോദിക്കും എന്തിനാ പിന്നെ കരയുന്നത്? ഒറ്റമൈനെ ഇന്ന് കണ്ടില്ല, എന്തായാലും ഇന്ന് കരയുമല്ലോ. പിന്നെ ഞാൻ ഒരു ഇൻസിഡന്റ് പറയാം ശ്രദ്ധിച്ചേട്ടനെ. ഞങ്ങള് കല്യാണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഞാനും ഇവളും കൂടെ ഇവളുടെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കോട്ടയം യൂണിവേഴ്സിറ്റി പോയിട്ടുണ്ടായിരുന്നു അല്ലയോ? യെസ്. അങ്ങനെ ഞങ്ങൾ അന്ന് അവിടെ പോയി ഞങ്ങളിങ്ങനെ കാലെടുത്ത് വെച്ചപ്പോൾ അവിടുത്തെ ഒരു മരത്തിന്റെ കീഴിൽ അങ്ങാണ്ട് ഒരു മൈനെ കണ്ടു. ഗൈസ് എനിക്ക് തോന്നുന്നു 2-3 മണിക്കൂർ ഞങ്ങൾ അവിടുത്തെ കാട്ടിലായിരുന്നു. അവിടൊക്കെ തന്നെ നിന്ന് അതിന്റെ 2ാമത്തെ മൈന എവിടെയെന്ന് ഞാൻ ഇങ്ങനെ അതിപ്പോഴും ഞാൻ അങ്ങനെ തന്നെ. ഇപ്പൊ ഒരു മൈനെ ഞാനിവിടെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ മാക്സിമം ആ മൈന പറന്ന് എന്റെ കണ്ണിൽ നിന്ന് പോകുന്നതിന് വരെ ഞാൻ എന്റെ ഇരട്ടെ തപ്പും. പൊന്നായി അപ്പൊ നമ്മുടെ റൂഹില് എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത്? അതായത് നമ്മുടെ ഫാമിലിക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ റൂഹിലുണ്ട്? ഓക്കെ, അപ്പൊ നമ്മുടെ റൂഹില് ഉള്ളത് കുർത്താസ്, കോട്ട് സെറ്റ്, അതുപോലെ തന്നെ 3 പീസ് സെറ്റ്, ക്രോപ്പ് ടോപ്പ്, ഫ്രോക്ക് നൈറ്റീസ്, ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഇപ്പോൾ നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ ഇനിയും കൂടുതൽ സാധനങ്ങളും അതുപോലെ തന്നെ സാരീസൊക്കെ നമുക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. നിങ്ങളുടെ സപ്പോർട്ട്, സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. എൻ്റെ പൊന്നു ഗൈസ്, അപ്പോൾ ഇതുവരെ നമ്മളെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബിലൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും നമ്മുടെ റൂഹിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതിൻ്റെ ബയോയിൽ നമ്മൾ വാട്സപ്പിൻ്റെ ബ്രോഡ്കാസ്റ്റ് ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന അപ്ഡേറ്റ്സുകൾ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുകയും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനും പറ്റും. ചിലത് ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരികയും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുകയും ചെയ്യാം. പിന്നെ എടുത്ത് പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പുവിന്റെ പൂ തറയെ പോയല്ലോ മക്കളെ. അത് കളയുക, അവർക്ക് വേണ്ട. പിന്നെ നമുക്ക് പറയാനുള്ള അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ റൂഹിൽ ഗീവ് അവേസ് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ജനുവരി 1-നാണ് റൂഹ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫെബ്രുവരി 1-ന് നമ്മളൊരു ഫസ്റ്റ് ഗീവ് അവേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ റൂഹിൽ ഇനിയും ഇതുപോലെ ഇടയ്ക്ക് ഗീവ് അവേസ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. അത്ര പറയാനുള്ളൂ, അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഫാമിലി ആയിട്ടുള്ള നിങ്ങളോട് ഇത് പറയണമെന്ന് നമുക്കുണ്ടായിരുന്നു ഗൈസ്. അതാട്ടോ ഇപ്പം നമ്മൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തത്. ഞങ്ങളുടെ ഈ കുഞ്ഞു സംരംഭം വളർത്തി വലുതാക്കാൻ നിങ്ങൾ കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു നമ്മൾ കുറേ യാത്ര ചെയ്തിരുന്നത്. നമ്മൾ കുറേ ബിസി ആയിപ്പോയി. അങ്ങനെ നമുക്ക് വീഡിയോസ്, ഷോർട്സ് ആയാലും ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കുറേ ട്രാവൽ ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നു. പിന്നെ നമ്മൾ മുന്നോട്ട് പോകും, ഞങ്ങളുടെ ഒപ്പം നിങ്ങളും ഉണ്ടാവണം. അതെ ഗൈസ്, അതാണ് നമ്മുടെ റൂഹിനെ പറ്റി നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മൾ നിങ്ങളിലേക്ക് അറിയിച്ചിട്ടില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ റൂഹ് എന്നൊരു സംരംഭമാണ് നമ്മൾ തുടങ്ങുന്നു എന്നുള്ളതിനെ കുറിച്ച് അറിയിച്ചിട്ടില്ലായിരുന്നു. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഗൈസ്. അപ്പം നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ട മറക്കുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ ബൈ.